മന്മഥൻ അല്ലേ? മന്മഥൻ ഇത് എവിടുന്ന് കിട്ടിയെന്നാ പറഞ്ഞു? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ മൊയ്തു തന്നെയാണെന്ന്. മൊയ്തുവിനാണ് ഇയാള് തന്നത് അല്ലേ? ഇരിക്കി സാറെണീക്ക്, സാറ് ഇരിക്കാറായിട്ടില്ല. അല്ല സീതള സാറേ, ഈ മൊയ്തു പറഞ്ഞ പോലെ 2000 റുപ്യ കൊടുത്ത് മരുന്ന് മേടിച്ചത് സാറിനല്ലേ? സാറേ 2000 എടുത്തിട്ട് മരുന്ന് വാങ്ങി. എത്ര രൂപയുടെ ഗുളികയാണ് ഇയാൾ വാങ്ങിയത്? 450 രൂപേൻ്റെ. 450 രൂപ. അപ്പൊ ഈ 450 രൂപയുടെ ഗുളിക വാങ്ങാൻ ഈ 2000-ന്റെ നോട്ട് മാത്രമോ താങ്കളുടെ അടുത്ത് ഉണ്ടായുള്ളൂ? എൻ്റെ അപ്പോൾ ആ കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. അത് സാറേ ഈ കള്ളനോട്ട് മാറാനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സാധാരണ ചെറിയ പൈസക്ക് എന്തെങ്കിലും മേടിക്കുക, ബാക്കി പൈസ വാങ്ങുക. എൻ്റെ കടയുടെ അടുത്ത് ലോട്ടറി വിൽക്കണ ഒരു ചേച്ചി ഉണ്ടേ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരാൾ വന്ന് 2000 റുപ്യ കൊടുത്ത് 50 റുപ്യക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസയും കൊണ്ടുപോയി. വൈകിട്ട് ചേച്ചി കച്ചവടം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കണ്ടുപിടിച്ചു കൊടുത്ത് ഈ നോട്ട് വ്യാജമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ആകെ വിഷമിച്ച് പിന്നെ അത് അപ്പം തന്നെ നശിപ്പിച്ച് കളഞ്ഞു. സാറേ ആ ചേച്ചിയോട് ആളിൻ്റെ രൂപമൊക്കെ ചോദിച്ചപ്പോൾ ഏതാണ്ട് ഇമാരി രൂപത്തിൽ കണ്ണടയുണ്ട്, മീശ ഇമാരത്ത് തന്നെ ഇങ്ങനെ ഒരു ബാഗും തൂക്കിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇയാളെങ്ങനെ ഈ കള്ളനോട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചറിയണേ? ഇയാൾക്ക് കള്ളനോട്ടായിട്ട് എന്താ ബന്ധം? സാറേ ഇവന്റെ കണ്ണും മോറും കണ്ടിട്ട് ഇവൻ തന്നെയാണ് ഇതിന്റെ പുറകില്. അല്ലല്ല സാറേ, നമ്മൾ ചെറുകിട കച്ചവടക്കാരാണ്. അപ്പോൾ ഒരു ദിവസം 2000-ന്റെ നോട്ടൊക്കെ ഇതുപോലെ പറ്റിക്കപ്പെട്ടാൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ മോശമായി പോകും. അതുകൊണ്ട് ഞാനിത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഇങ്ങനെയുള്ള നോട്ട് വരുമ്പോൾ. അല്ല, അപ്പൊ ഇയാൾക്ക് 2000 റുപ്യ തന്നത് ഇയാളാണ്, ഇയാൾക്ക് 2000 തന്നത് ഇയാളാണ്. അപ്പൊ ഇയാൾക്ക് ഇത് തന്നത് ആരാ? ആരോ ആരിരാരോ എന്താണ് കാര്യം ചോദിക്കുമ്പോ താരാട്ട് പാട്ട് പറയാ. അതെ, ഇപ്പൊ ഇയാൾക്ക് കിട്ടിയതും പറഞ്ഞു. ഇത് ഇയാൾക്ക് എവിടുന്നാ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 ആൾക്ക് പോവാ, എനിക്ക് അയാളുടെ പിന്നാലെ പോവാ. അയാളെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ താൻ കൊടുങ്ങും. അല്ല സാറേ, ഇയാളുടെ വീടൊന്ന് റെയ്ഡ് ചെയ്താൽ എല്ലാ സാധനവും അവിടെ നിന്ന് തന്നെ കിട്ടും. ഇയാൾ എന്തൊക്കെ പറഞ്ഞു? എത്ര ഇയാൾ പോലീസിനെ പഠിപ്പിക്കല്ലേ, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാം. സാറേ, ഈ മെഷീൻ എവിടെ വെച്ചിരിക്കണേ? മെഷീൻ വർക്ക് ഏരിയയുടെ അവിടെ സാറേ. നോട്ടടിക്കുന്ന മെഷീനൊക്കെ പുറത്തു കൊണ്ടേക്കാ. നോട്ടടിക്കണല്ല സാറേ, തയ്യൽ മെഷീൻ. ഇവനെ പോലീസിൽ സത്യം പറയണം സാറേ, എനിക്ക് ആളെന്താന്ന് അറിയില്ല. ഞാൻ സത്യമായിട്ട് പറഞ്ഞു, എനിക്ക് തന്നതാരാന്ന് എനിക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുന്നില്ല. ഇയാൾക്കേ വേറെന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? ഇല്ല സാറേ, സർക്കാർ ശമ്പളം മാത്രമേ ഉള്ളൂ. അതെ, ശമ്പളമാണ്. സർക്കാർ എന്തായാലും കള്ളനോട്ട് ശമ്പളമായിട്ട് കൊടുക്കില്ല. പിന്നെ അത് എങ്ങനെ വന്നു? അതാണ് എനിക്കറിയാം സാറേ. ഇത് ചിലപ്പോ ഞാൻ വല്ല ചില്ലറ മാറ്റുമ്പോ ഒക്കെ എങ്ങാനും മാറി കിട്ടിയതായിരിക്കും ചിലപ്പോ. 2000 റുപ്യ. എടാ, ഇന്ത്യൻ കറൻസിയിലെ ഏറ്റവും വലിയ നോട്ടാണ് 2000 രൂപ. ഏത് നോട്ട് കൊടുത്തിട്ടാ തനിക്ക് 2000 റുപ്യ ചില്ലറായിട്ട് മാറ്റി കിട്ടി? ശീതള, നീ കളിക്കരുത്. ഇത് രാജ്യദ്രോഹ കുറ്റവും കള്ളനോട്ട് കൈവശം വെക്കണം. നീ സത്യം പറയണം. എങ്ങനെയെന്ന് അറിയില്ല, എനിക്ക് ആരെ തന്നെന്ന് അറിയില്ല. ഇയാള് കൈക്കൂലി മേടിക്കാറുണ്ടോ? കൈക്കൂലിയെ? ഇല്ലല്ലോ, മേടിക്കാറില്ല സാറേ. ഇല്ല, മേടിക്കാറില്ല. അപ്പൊ കൈക്കൂലി മേടിക്കാറില്ല. സാറേ നന്നായിട്ട് കൈക്കൂലി മേടിക്കും. ഇയാള് കൊടുത്തുണ്ടോ കൈക്കൂലി? ഇല്ല. പിന്നെ അല്ല സാറേ, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും ഭൂരിഭാഗം പേരും കൈക്കൂലി മേടിക്കുന്നവരാണല്ലോ. അങ്ങനെ പറഞ്ഞതാ. എങ്ങനെ? അല്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഭൂരിഭാഗം പേരും കൈക്കൂലി മേടിക്കുന്നവരാണല്ലോ. അങ്ങനെ പറഞ്ഞതാ. ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാ, ഞാൻ കൈക്കൂലി മേടിക്കുന്നതാണോ ഇയാള് പറഞ്ഞത്? അല്ല, സാറ് മേടിക്കുന്നു പറഞ്ഞില്ല. അതെ, ആവശ്യമില്ലാതെ ഓരോന്ന് പറയല്ലേ. ഇതളാ, ഈ നോട്ട് ശമ്പളം കിട്ടിയതുമല്ല, കൈക്കൂലി മേടിച്ചതല്ല, ആരും തന്നതുമല്ല. അപ്പൊ പിന്നെ പ്യാരിയെ, ഈ കള്ളനോട്ടുണ്ടല്ലോ ആകാശത്തുനിന്ന് എന്താ ഇങ്ങനെ പറന്ന് 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 വന്ന് സാറിന്റെ കീശയില് വീണതാവും അല്ലേ? എന്താടാ ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ ഇപ്പണ്ടാ? ചെല്ല്. ചോദിച്ചതിന് ഉത്തരം പറയണോ? ഇത് പറഞ്ഞു വന്നിരുന്നാണോ? സാറേ, ഇതുകൊണ്ടൊന്നും ഇവൻ സത്യം പറയില്ല. എന്റെ വീട് റെയ്ഡ് ചെയ്താൽ നമുക്ക് കാര്യം അറിയാൻ പറ്റും. ഞാൻ ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളാണ് സാറേ. എടോ, എന്ന് താൻ പറഞ്ഞാൽ മതിയോ? ഞങ്ങൾക്ക് ബോധ്യമുണ്ടേ. ഈ കള്ളനോട്ടിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുന്നത് വരെ ഞങ്ങളുടെ കണ്ണിൽ നീയാണ് കുറ്റവാളി. അയ്യോ, ശീതളേട്ടാ,
ശീതളേട്ടാ, ശീതളേട്ടാ, ഇതെന്ത് ഇവിടെ വന്നിരിക്കണ? ഞാൻ ഇപ്പൊ അവിടെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളുടെ ഫോൺ കിടന്ന് അടിക്കണ, പോയി നോക്ക്. എനിക്കത് എടുക്കാൻ പേടിച്ചത്. എന്താ? പോലീസ് സ്റ്റേഷനാവും വിളിക്കണ്ടാവുക. ഇനി എന്തിനാ വിളിക്കണേ? എവിടെയെങ്കിലും കള്ളനോട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അതിനൊക്കെ ഇപ്പൊ എന്നെ വിളിക്കുക. മിഷൻ കാണിച്ചു കൊടുക്കും, മിഷൻ കാണിച്ചു കൊടുക്കുന്ന എന്നോട് പറഞ്ഞു. ഞാൻ എന്തിട്ട് മിഷൻ എടുത്ത് കാണിച്ചു കൊടുക്കാം? നിങ്ങളോട് ഒന്ന് പറഞ്ഞു, ഞാൻ എത്ര കാലം കൊണ്ട് പറയണാണ് ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോരുതെന്ന്. മണ്ടോ, നീ ശവത്തിൽ കുത്തല്ലോ. ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞ പിന്നെ അതിന്റെ മുകളിൽ നിന്നും വിടില്ല നീ. പിന്നെ എങ്ങനെ പറയാതിരിക്കാന്ന്? മനുഷ്യന് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല. നേരത്തെ കൈക്കൂലിക്കാരന്റെ ഭാര്യയായിരുന്നു, ഇപ്പൊ കള്ളനോട്ടടിക്കാരന്റെ ഭാര്യയായി. ആരാ പറഞ്ഞ? എല്ലാരും പറയണ്ട്. ഇനി ആരാ പറയേണ്ടത്? കൊച്ചു കഴിഞ്ഞ ദിവസം കരഞ്ഞാണ് വന്നത് സ്കൂളിൽ നിന്ന്, അറിയാമോ? അവനോട് ഏതോ പിള്ളേര് ചോദിച്ചെന്ന്, അച്ഛൻ കള്ളനോട്ടടിക്കാരനല്ലേ. ഏത് തണ്ടിയത് പറഞ്ഞു? എന്തിനാ ചോദിച്ചാരെ പറയണേ? നിങ്ങൾ ഓരോന്നും ചെയ്തിട്ടല്ലേ? എന്ത് ഗതികേടനാ ഞാനത്. നിങ്ങൾക്ക് ആ പോലീസുകാർ ചോദിച്ചപ്പോ ഉള്ള കാര്യം കൊണ്ട് പറഞ്ഞ പോരായിരുന്നാ?